നടക്കില്ല എന്ന് കണക്കാക്കിയതെല്ലാം നടക്കുകയല്ലേ? മഞ്ചേശ്വരത്ത് ഒരാൾ പുറപ്പെട്ടാൽ റോഡ് വഴി കാണുന്ന കാഴ്ച എന്താ? ഇതൊന്നും പൂർത്തിയാകില്ല എന്നായിരുന്നില്ലേ കണക്കാക്കിയിരുന്നത്? നാഷണൽ ഹൈവേ അതൊന്നും കേരളത്തിൽ നടക്കില്ല എന്നല്ലേ കരുതിയിരുന്നത്? അത് പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലല്ലേ ആളുകൾ നിൽക്കുന്നത്? എന്തെല്ലാം മാറ്റങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ളത്! ഒരു തരത്തിലും നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് പദ്ധതികൾ ഇവിടെ തുടക്കം കുറിക്കാനായില്ലേ? പവർ ഹൈവേ പോലുള്ള, എടമൺ കൊച്ചി പവർ ഹൈവേ പോലുള്ളത് പൂർത്തിയായി കഴിഞ്ഞല്ലോ. ഗ്യാസ് പൈപ്പ് ലൈൻ പൂർത്തിയായല്ലോ. നമ്മുടെ നാട് വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു ഹൈഡ്രജൻ ഹബ്ബ് സ്ഥാപിക്കാൻ പോകുന്നു. ലോകം തന്നെ ശ്രദ്ധിക്കുകയാണ് കേരളത്തിൻ്റെ മാറ്റം. നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന സംഭവ വികാസങ്ങളിൽ മാത്രമല്ല, ലോകത്ത് ഉയർന്നു വരുന്ന കാര്യങ്ങളിലും കൃത്യമായ ദിശാബോധത്തോടെ പ്രതികരിക്കുന്ന പാർട്ടിയാണ് CPIM. നമ്മുടെ മാധ്യമങ്ങൾ പൊതുവിൽ അതാണ് ചെയ്യേണ്ടതെങ്കിലും നമുക്കറിയാം, മാധ്യമങ്ങളിലേറിയ കൂറും പലതരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യത്താൽ ഭരിക്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് താല്പര്യമാണ്. അന്താരാഷ്ട്ര തലത്തിലെടുത്താൽ സാമ്രാജ്യത്വ താല്പര്യമാണ്. ഇതിൻ്റെ എല്ലാം ഭാഗമായുള്ള വാർത്താവിന്യാസവും വാർത്താ തമസ്കരണവും വലിയ തോതിൽ നടക്കുന്നതായി കാണാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ലോകരംഗത്ത് അമേരിക്കയുടെ പ്രസിഡൻ്റായി ട്രംപ് വന്നതോടെ പുതിയ രീതിയിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഒരു തരത്തിലും ലോകത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായതുകൊണ്ട് അമേരിക്കയോടൊപ്പം നിൽക്കുന്നവരിൽ തന്നെ അത് കടുത്ത അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം എതിരെയുള്ള പ്രതികരണങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ചില രാജ്യങ്ങളെ തങ്ങളുടെ ഭാഗമാക്കും എന്നുവരെ പ്രഖ്യാപിക്കുകയാണ്. എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. അതിൽ കാനഡയ്ക്ക് നേരെ, മെക്സിക്കോവിന് നേരെയെല്ലാം വലിയ തോതിലുള്ള ഭീഷണി സ്വരം ഉയർന്നതായി കാണുന്നു. അതേസമയം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കെതിരെയുള്ള ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനങ്ങളും വരുന്നു. ഉപരോധം വലിയ തോതിൽ പ്രഖ്യാപിക്കുന്ന നില വരുന്നു. ക്യൂബയ്ക്ക് നേരെയുള്ള ഉപരോധം ട്രംപിന് മുൻപുള്ള ബൈഡൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നീക്കം ചെയ്തായിരുന്നു. ട്രംപ് വന്ന ഉടനെ ചെയ്ത കാര്യം ആ ഉപരോധം പുനഃസ്ഥാപിക്കലാണ്. ചൈനയ്ക്കെതിരെ ശക്തമായ ഉപരോധം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി പല കാര്യങ്ങൾക്കും നികുതി വർദ്ധിപ്പിക്കുന്നു. ചൈനയും അതേ രീതിയിൽ തിരിച്ചടിക്കാൻ തയ്യാറാകുന്നു. മറ്റു പല രാജ്യങ്ങളും അമേരിക്കയുടെ നീക്കത്തിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തയ്യാറാകുന്ന കാഴ്ചയും നാം കാണുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ഭാഗം ലോകരംഗത്തുണ്ടാകുമ്പോൾ തന്നെ അമേരിക്ക സ്വീകരിച്ച മറ്റൊരു നടപടി കടുത്ത അമർഷത്തിനും പ്രതിഷേധത്തിനും പൊതുവെ ഇടയാക്കിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് പതിനായിരങ്ങൾ കുടിയേറിയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ആ കൂട്ടത്തിൽ ചിലത് അനധികൃത കുടിയേറ്റവും ഉണ്ടാകാം. ആ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് സാധാരണ നിലക്ക് ആ രാഷ്ട്രം തീരുമാനിക്കേണ്ടതാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശം ആ രാഷ്ട്രത്തിൽ. പക്ഷേ ഇവിടെ കണ്ടത് ആദ്യപടിയായി 100-ലധികം പേരെ അമേരിക്കയിൽ നിന്ന് പഞ്ചാബിലേക്ക് കയറ്റി അയക്കുന്ന നിലയുണ്ടായി. അവരെ കയറ്റി അയച്ച രീതി, അത് കൈകാലുകൾ ചങ്ങലക്കിട്ട് ശരീരത്തിൽ നീങ്ങാൻ പറ്റാത്ത അവസ്ഥ, ശുചിമുറിയിൽ പോകുന്നതടക്കം നിരങ്ങിപ്പോകേണ്ടി വന്നുവെന്ന് അവർ തന്നെ പറയുന്ന നില. എന്താണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ? അവർ ക്രിമിനലുകളൊന്നുമല്ലല്ലോ, സാധാരണഗതിയിൽ അന്തസ്സോടെ ജീവിക്കുന്നവരാണല്ലോ, ഇന്ത്യൻ പൗരരാണല്ലോ. ഇന്ത്യയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവായിട്ടല്ലേ അതിനെ കാണേണ്ടത്? പക്ഷേ അങ്ങനെ കാണാൻ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് നട്ടലില്ലാതെ പോയി. കാരണം അത്തരമൊരു നിലപാടെടുത്ത് പ്രതികരിച്ചാൽ അമേരിക്ക സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. മാത്രമല്ല അമേരിക്കയെ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിന് അമേരിക്കയോടുള്ള വിധേയത്വം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക്
ഭരണാധികാരികളെ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ പരസ്യമായി പറയുകയാണ്, അമേരിക്ക സാധാരണ ആളുകളെ ഇങ്ങനെയാണ് അയക്കാറ്, അതിൽ ന്യായീകരണവും കണ്ടെത്താൻ നോക്കുകയാണ്. അത് സ്ത്രീകളെയും കുട്ടികളെയും ചങ്ങലക്കിട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്തൊരു ലജ്ജാകരമായ അധപ്പതനമാണ് എന്ന് നോക്കണം. അതേസമയം കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ ഇത്തരം നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവരെ തിരിച്ചയക്കുന്ന നിലയുണ്ടായി. തങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തു. അന്തസ്സോടെ അയക്കണം അവരെ, ഈ തരത്തിൽ അപമാനിച്ചയക്കുകയല്ല വേണ്ടത് എന്ന നിലപാടെടുത്ത് പ്രതിഷേധിക്കുന്ന രാജ്യങ്ങളെ നാം കണ്ടു. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സ്വരവും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതേസമയം നേരെ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോവുകയാണ്. ആ പോക്കിലും വിചിത്രമായൊരു കാര്യമുണ്ട്. നേരത്തെ കണ്ടത് നെതന്യാഹു ആണ്. നെതന്യാഹു ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നെതന്യാഹുവിന് ശേഷം തൊട്ടു പിന്നാലെ കാണുന്നത് നരേന്ദ്രമോദിയാണ്. യാദൃശ്ചികമാകാം, എന്നാലും ഒരു പ്രത്യേക പൊരുത്തം ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉണ്ട്. കൂടുതൽ ആയുധക്കച്ചവടം ഉറപ്പിക്കലാണ് നടക്കാൻ പോകുന്നത്. കൂടുതൽ വിധേയത്വം, അമേരിക്കയോടുള്ള വിധേയത്വം വർദ്ധിപ്പിക്കാനാണ് ഈ സന്ദർശനം ഉപകരിക്കാൻ പോകുന്നത്. തെറ്റായ നിലപാട് സ്വീകരിച്ച അമേരിക്കയുടെ നടപടികൾ, അതിനെ നേരിയ തോതിൽ പോലും വിമർശിക്കാൻ ഈ സന്ദർശനത്തിൽ ഇതേവരെ അനുഭവം വെച്ചാൽ പ്രധാനമന്ത്രി തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് ധാരാളം ആളുകൾ അമേരിക്കയിൽ കുടിയേറിയിട്ടുണ്ട്. അതിലൊരു ഭാഗം വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾ വെറുതെയല്ല അവിടെ പോകുന്നത്, പണം ചെലവിട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി അമേരിക്കയുടെ ഖജനാവിലേക്ക് ആ പണം എത്തുന്നുണ്ട്. അത് വലിയ തോതിൽ ഒരു ഭാഗമാണ് എന്ന് നാം കാണണം. അതേപോലെ തന്നെ ഇന്നത്തെ ലോകത്ത് സ്റ്റെം എന്ന് പറയുന്ന ആ ജോലി സംവിധാനത്തിൽ എല്ലാം നമ്മുടെ രാജ്യത്ത് പഠിച്ച് നല്ല രൂപത്തിൽ യോഗ്യത സമ്പാദിച്ച് അമേരിക്കയിൽ പോയി ജോലിയെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ആ രീതിയിൽ വളർത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് പഠിച്ചാണ് അവർ പോകുന്നത്. അങ്ങനെ അമേരിക്കയുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള സേവനങ്ങൾ നിർവഹിക്കുന്ന ഒരു രാജ്യത്തെ അവർക്കർഹമായ അംഗീകാരം നൽകാതെ അപമാനിക്കുന്ന നില ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ അതൊക്കെ പറയാനുള്ള അഭിമാനബോധം രാജ്യത്തെ ഭരണാധികാരികൾക്കുണ്ടാവണം. അതുണ്ടാകുന്നില്ല എന്നതാണ് നിർഭാഗ്യകരമായ അവസ്ഥ എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് ഈ അടുത്ത കാലത്തായി സ്വീകരിക്കുന്ന നടപടികൾ അത് കൂടുതൽ ജനവിരുദ്ധമായി മാറുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ച ബജറ്റ്. ആ ബജറ്റിൽ നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ തഴയുന്ന നിലയാണ് എടുത്തത്. അതൊരു ഭാഗം, അത് സ്ഥിരമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കേണ്ട പല കാര്യങ്ങളിലും വലിയ തോതിൽ പുറകോട്ട് പോക്കാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഒരു കാർഷിക പ്രാധാന്യമുള്ള രാജ്യമാണ്. രാജ്യത്തെ കർഷകർക്ക് ആവശ്യമായ സഹായവും സംരക്ഷണവും പിന്തുണയും നൽകേണ്ടതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രാഥമിക ബാധ്യത. പക്ഷേ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് തുറരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ചെറിയ തോതിലെങ്കിലും തിരുത്തൽ നടപടി ഉണ്ടാകുമെന്നാണ് സാധാരണഗതിയിൽ നാം പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു തിരുത്തൽ നടപടിയും ഉണ്ടായില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. വിള ഇൻഷുർ ചെയ്യുന്ന പദ്ധതി, ആ വിള ഇൻഷുറൻസ് പദ്ധതിക്ക്
ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് ആ പദ്ധതിക്ക് നീക്കിവെച്ച തുകയിൽ 1622 കോടി രൂപ വെട്ടിക്കുറച്ചു. അപ്പോൾ 1622 കോടി രൂപയുടെ കുറവ് വിള ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വരുത്തിയിരിക്കുന്നു. അതേസമയം വളം സബ്സിഡി അതിലും വലിയ തോതിൽ കുറവാണ് വരുത്തിയിട്ടുള്ളത്. 26,000 കോടി രൂപയുടെ കുറവ് വളം സബ്സിഡിയുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വരുത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ഘട്ടത്തിൽ ഒന്നാം UPA ഗവൺമെൻറ്റിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തിരുന്ന കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട ഒന്നായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ വെട്ടിക്കുറവ് കഴിഞ്ഞ കാലങ്ങളിൽ വരുത്തി. കഴിഞ്ഞ വർഷത്തേത് വലിയ വെട്ടിക്കുറവായിരുന്നു. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതിൽ ചില്ലറ വർധനവ് ഏതായാലും വരുമെന്നാണ് രാജ്യമാകെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു പൈ വർദ്ധിപ്പിക്കാൻ ഈ ബജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. നമ്മുടെ രാജ്യത്തെ ദയനീയാവസ്ഥ, പരമദരിദ്ര കുടുംബങ്ങൾ ധാരാളമാണ് ഇന്ത്യയിൽ. ഇന്ത്യ രാജ്യത്തെ രാജ്യങ്ങളുടെ ഒരു പട്ടികയിൽ കണക്കാക്കിയാൽ ദരിദ്രാവസ്ഥയിൽ 105-ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം നിൽക്കുന്നത്. അതിപ്പോൾ കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ടാകും. കുറച്ച് മുമ്പുള്ള കണക്കാണ്. ഒരു തരത്തിലും നമ്മൾ ഈ ദരിദ്രാവസ്ഥ കുറച്ചു കൊണ്ടുവരികയല്ല, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുകയാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരായി മാറുകയാണ്. അത്തരമൊരു നയമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത്. നമ്മുടെ തൊട്ട് ഉള്ള അയൽപക്ക രാഷ്ട്രങ്ങൾ എല്ലാറ്റിനെയും മനസ്സിൽ കണ്ടോളൂ. ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല. എല്ലാം നമുക്ക് വളരെ മുന്നിലാണ്. അവിടങ്ങളിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ദാരിദ്ര്യം നമ്മുടെ രാജ്യം അനുഭവിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഭക്ഷ്യ സബ്സിഡി നല്ല രീതിയിൽ അനുവദിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഇത്തവണ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത് 7 ലക്ഷം കോടി രൂപയുടെ കുറവാണ് ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിൽ വരുത്തിയത്. എന്തൊരു ക്രൂരതയാണെന്ന് നോക്കണം. സാധാരണക്കാരെ, പാവപ്പെട്ടവരെ തെല്ലും പരിഗണിക്കാത്ത നിലപാടാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മുടെ സംസ്ഥാനത്തോട് എല്ലാ കാലത്തും ഒരുതരം ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. എന്താണ് അതിനടിസ്ഥാനമെന്നത് നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ കേരളത്തെ ഈ രീതിയിൽ അവഗണിക്കുന്നതിന് മാത്രം എന്ത് കുറ്റം കേരളം ചെയ്തിരിക്കുന്നു? ഇന്ത്യയുടെ പൊതുവായ ഭൂപടമെടുത്താൽ അതിൽ നേട്ടങ്ങളുടേതായ ഒരുപാട് കഥകൾ പറയാനുള്ള നാടാണ് കേരളം. നമ്മൾ പറയുന്നതല്ല, നമുക്ക് ചാർത്തി തന്ന മികവുകളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് അടക്കം ചാർത്തി തന്ന മികവുകൾ. പക്ഷേ ബജറ്റ് വരുമ്പോൾ സഹായമില്ല. ഒരു സംസ്ഥാനം പ്രവർത്തിച്ചു പോകുന്നതിന് സംസ്ഥാനത്തിൻ്റെ വരുമാനം മാത്രമല്ല, അതിൽ ഇന്ത്യ ഗവൺമെൻറ് നൽകേണ്ട സഹായമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് നൽകാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ അനുവദിച്ചു പോകണം. അത് രാജ്യത്തിൻ്റെ ഭാഗമായി അനുവദിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭാഗമായി തന്നെ അനുവദിക്കണം. ദീർഘകാലമായി നാം പലതും പ്രതീക്ഷിക്കുന്നു. നമുക്ക് അർഹതയില്ല എന്നാരും പറയില്ല. എല്ലാ ഉദാഹരണത്തിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, ആരോഗ്യ മേഖല, ഇന്ത്യയിലെ ആരോഗ്യ മേഖലയുമായി തട്ടിച്ചാൽ നമ്മുടെ കേരളം വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ആ മികവ് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പ്രവർത്തിക്കുന്നുണ്ട്. എയിംസ് ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് നമ്മുടെ നാട്. ഇത് ശരിയല്ല. എയിംസ് അനുവദിക്കണമെന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപേ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അതിന് സമ്മതം പ്രകടിപ്പിച്ചു. എവിടെയാണ് എയിംസ് വേണ്ടത് എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിച്ചു. സംസ്ഥാന ഗവൺമെൻറ് 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു. അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഒരു പ്രത്യേക സ്ഥലം പറയണം. അങ്ങനെയാണ് LDF സർക്കാർ
ഒരു പ്രത്യേക സ്ഥലം തന്നെ നിർദ്ദേശിച്ചത്. ആ സ്ഥലം നിർദ്ദേശിച്ചിട്ടും ഒരു നടപടിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല. ഒരു നടപടിയും തുടരുന്നില്ല. വിവിധ തലങ്ങളിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം ഇപ്പം കിട്ടി എന്ന തോന്നലോടുകൂടിയാണ് സംസാരിക്കുന്നവർ തിരിച്ചു വരിക. പക്ഷേ അനുവദിക്കില്ല എന്ന് മാത്രം. ഇത്തവണയും ഇല്ല. ഇതാണ് അവസ്ഥ. കേരളം എന്ന ഒരു പേര് പരാമർശിക്കാത്ത ഒരു ബജറ്റായി ഈ കഴിഞ്ഞ ബജറ്റ് മാറി. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു കാര്യത്തെ ശരിയായ രീതിയിൽ കാണാനും പ്രതികരിക്കാനും നമ്മുടെ നാട്ടിൽ എല്ലാവരും തയ്യാറാകുന്നുണ്ടോ? വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണത്. കേന്ദ്രമന്ത്രിമാരായിരുന്നവർ പറഞ്ഞ വാചകങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാരണം അവർ ഈ നെറികേടിൻ്റെ ഭാഗമായി നിന്നവരാണ്. ആ നെറികേട് കൂടുതൽ നെറികെട്ട ഭാഷയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിനെ എതിർക്കണ്ടേ? നമ്മുടെ നാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന, നാടിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യപ്പെട്ട എല്ലാവരും എതിർക്കണ്ടേ? അങ്ങനെ എതിർക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ ഈ കാര്യം എത്ര കണ്ട് ശരിയായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന ഇതുപോലുള്ള തീർത്തും തെറ്റായ, മനുഷ്യത്വരഹിതമായ, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് നിരക്കാത്ത പ്രവർത്തികളെ തുറന്നു കാണിക്കാൻ പ്രയാസം? അവിടെയാണ് താല്പര്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. ആ താല്പര്യം കോർപ്പറേറ്റ് താല്പര്യമാണ്. കോർപ്പറേറ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭരണമാണ് ഇന്നത്തേത്. അതിനെ ഒരു തരത്തിലും അലോസരപ്പെടുത്താൻ പാടില്ല. ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അതിനെ അലോസരപ്പെടുത്തരുത് എന്ന് കോർപ്പറേറ്റ് ആഗ്രഹിക്കുന്നു. അതേ നില ഇവിടെ സ്വീകരിച്ചു പോവുകയാണ്. ഇതാണ് ബജറ്റ് ഈ നിലയിൽ വന്നിട്ടും നമുക്ക് ശരിയായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാതിരുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മറ്റു ചില പ്രശ്നങ്ങളാണെങ്കിൽ എത്ര ശക്തമായിട്ടാണ് പ്രതികരിക്കാൻ നോക്കണം, ഏതെല്ലാം തരത്തിലാണ് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നോക്കുന്നത് നോക്കണം. ഇപ്പോൾ ഇന്ന് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ എന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ നോക്കുകയാണ്. എന്താ അവസ്ഥ? സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന വർത്തമാനങ്ങൾ. നാം കാണേണ്ട കാര്യം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിൽ തകർക്കുന്ന സമീപനമായിരുന്നു ഈ സംസ്ഥാനത്തെ UDF സ്വീകരിച്ചിരുന്നത്. ഒരുപാട് കാലം മുൻപല്ലല്ലോ, 2011-16 കാലം പൊതുവിദ്യാഭ്യാസ മേഖല എന്തൊരു തകർച്ചയായിരുന്നു. എത്ര സ്കൂളുകളായിരുന്നു അൺഎക്കണോമിക് എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടാൻ തയ്യാറെടുത്തത്. അത് സർക്കാർ തന്നെ സ്വീകരിച്ച നടപടിയായിരുന്നല്ലോ. സർക്കാർ ആ ഘട്ടത്തിൽ ആ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും നടപടിയെടുത്തോ? എന്നാൽ അതേസമയം ആവശ്യമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചില്ലേ? അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിൽ, അൺഎയ്ഡഡ് കോഴ്സുകൾ അനുവദിക്കുന്നതിൽ, ആ അൺഎയ്ഡഡ് കാര്യങ്ങൾക്ക് വലിയ മഹത്വം ചാർത്തിക്കൊടുക്കുന്നതിൽ എല്ലാം വലിയ താല്പര്യമായിരുന്നില്ലേ UDF കാണിച്ചത്? സംഭവിച്ചത് എന്താണ്? ഒരു ഭാഗത്ത് പൊതുവിദ്യാഭ്യാസം തകർന്നു, അതേസമയം നല്ല തോതിൽ ഈ പറഞ്ഞ സ്വകാര്യ ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി. പൊതുമേഖലയിൽ നിന്ന്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് 10 ലക്ഷത്തോളം കുട്ടികൾ, 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞുപോയി. അവരെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ട് അപ്പുറത്ത് പോയി. സന്തോഷം UDFന്. ഒരു നടപടിയും പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനില്ല. അന്ന് കണക്കാക്കിയത് 4000-ഓളം സ്കൂളുകൾ അൺഎക്കണോമിക് എന്നായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. എന്തായി? വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടൽ എവിടെ എത്തിച്ചു? എങ്ങനെയാണ് മാറ്റം വന്നത്? ആ മാറ്റത്തിന് പൊതുവിദ്യാഭ്യാസ മേഖലക്ക് പിന്തുണ കൊടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, അതിലൂടെ വലിയ മാറ്റം. ആ വലിയ മാറ്റത്തിൻ്റെ ഭാഗം എന്താണ് ഇന്ന്? ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളാണ്, സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്, എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ആ വഴിയിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അക്കാദമിക് നിലവാരം വർദ്ധിച്ചിരിക്കുന്നു. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം തിരികെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇത്
UDF ആയിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ? UDF ആണെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകർന്നു പോയിട്ടുണ്ടാകുമായിരുന്നില്ലേ? അപ്പോൾ LDFനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കണം, അത് മറന്നു പോകരുത്. ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു? 2016 സർക്കാർ നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായി ഒരു ചർച്ച നടത്തി. അപ്പോൾ അന്ന് രാജ്യത്തെ പൊതുവായ റാങ്കിങ് എടുത്താൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം 100-ന് പുറത്താണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കണമെന്ന നിലപാടുകളെടുത്തു. അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ വലിയ തോതിൽ നടന്നു, നടപടികളും സ്വീകരിച്ചു. നല്ല ഇടപെടലാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തിയത്. വൈസ് ചാൻസലർമാർ പ്രത്യേക താല്പര്യം തന്നെ എടുത്തു. യോഗ്യരായ വൈസ് ചാൻസലർമാർ ആ ഘട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ടു. എന്താ അതിൻ്റെ ഫലം? ഇന്ത്യയിലെ പൊതു യൂണിവേഴ്സിറ്റികൾ എടുത്താൽ നമ്മുടെ കേരളത്തിലെ 3 യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 12-ലുണ്ട്. അതാണ് നാം കാണേണ്ടത്. കേരളയും കൊച്ചിയും ഗാന്ധിയും. 9-ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ മാറി വന്നു എന്നുള്ള തെളിവല്ലേ? നമ്മുടെ കേരളത്തിലെ നിരവധി കോളേജുകൾ ഈ റാങ്കിങ്ങിൽ നല്ല നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാറ്റം എങ്ങനെ വരുന്നു എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നു. ഇപ്പോൾ 2021-ൽ LDFന് തുടർഭരണം ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിലുള്ള ഒരു പ്രഖ്യാപനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ഇടപെടുമെന്നായിരുന്നു. ആ ഇടപെടൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരം മാറ്റങ്ങൾ വന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തെ ആർക്കെങ്കിലും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇതുകൊണ്ട് തൃപ്തരല്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ 26 സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നല്ല രീതിയിൽ യശസ് നേടിയ വിദ്യാഭ്യാസ മേഖലയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലയുള്ളത് ഞാൻ പറഞ്ഞു, സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയുണ്ട്. ആ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പല രീതിയിൽ പുതിയ തരത്തിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹങ്ങളുണ്ട്. അതിന് തടസ്സം നിൽക്കണോ? വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ അവസരമൊരുക്കി കൊടുക്കുകയല്ല, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് വെക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. ആ പ്രത്യേകതകളിൽ ഒന്ന്, ആ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ നീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നില വരരുത്. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ടാവുക എന്താണ് പ്രധാനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ, അവരുടെ ഫീസ് നിരക്ക്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്യപ്പെടണം. അതോടൊപ്പം പൊതുവായ റിസർവേഷൻ, അതുമായും വ്യക്തത ഉണ്ടാക്കണമെന്ന് തന്നെയാണ് കണ്ടത്. ഇത്തരത്തിലുള്ള വ്യക്തതകളോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ബില്ല് തന്നെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വരും. ആ ചർച്ചയുടെ ഭാഗമായി തീരുമാനങ്ങളിലേക്കും എത്തും. അപ്പോഴാണ് ബില്ല് പ്രാവർത്തികമാവുക. കിട്ടിപ്പോയൊരവസരം LDFനെയും സർക്കാരിനെയും ഇതിൻ്റെ ഭാഗമായി ഒന്ന് വിമർശിച്ച് കളയാം എന്ന് കരുതി പുറപ്പെടുന്നവർ, അതൊന്നും LDFനെയും സർക്കാരിനെയും ബാധിക്കുന്ന കാര്യമല്ല. LDFും സർക്കാരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ നീതി അധിഷ്ഠിതമായ കാര്യങ്ങളായിരിക്കും എന്നത് അവർ മനസ്സിലാക്കണം. എന്താണ് അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ ദ്രോഹിക്കുന്ന നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നു നമുക്കറിയാം. വലിയ ഇടപെടലാണ് കേരളത്തെ പിന്നോട്ടടിപ്പിക്കുന്നതിന് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്ക് അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്നത് സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, ആ വരുമാനത്തോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട വിഹിതമുണ്ട്, അതിനോടൊപ്പം എടുക്കാവുന്ന വായ്പയുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തതാണ് സംസ്ഥാന വരുമാനം. ആ സംസ്ഥാന വരുമാനം വലിയ തോതിൽ കുറക്കുന്നു എന്നതാണ് നാം അനുഭവിക്കുന്ന വിഷമം.
നമ്മുടെ തനത് വരുമാനത്തിൽ കുറവ് വരുന്നില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട വിഹിതം കൃത്യമായി നൽകുന്നില്ല. വലിയ കുറവ് അതിൽ വരുത്തിയിരിക്കുന്നു. അതോടൊപ്പം വായ്പയെടുക്കാനുള്ള അവകാശം അത് ഇന്ത്യ ഗവൺമെൻറ് ദയയുടെ ഭാഗമായി നടക്കേണ്ടതാണ് എന്ന ധാരണയിലാണ് ഇന്ത്യ ഗവൺമെൻറ് നിൽക്കുന്നത്. നാം അതിനെതിരെ സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചിരിക്കുകയാണ്. ഭരണഘടനാ ബെഞ്ച് അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കേൾക്കുകയാണ്. അത്ര ഗൗരവമായിട്ടാണ് ഈ പ്രശ്നങ്ങളെ നാം എടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ് നമ്മുടെ തനത് വരുമാനത്തിൻ്റെ അവസ്ഥ? നേരത്തെ നമ്മുടെ തനത് വരുമാനം 55,000 കോടി രൂപയായിരുന്നു. ആ 55,000 കോടിയിൽ നിന്ന് ആകെ തനത് വരുമാനം 55,000 കോടിയിൽ നിന്ന് 1,04,000 കോടി രൂപയായി നമുക്ക് വർദ്ധിപ്പിക്കാനായി. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം തനത് നികുതി വരുമാനമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്താൽ കഴിഞ്ഞ കാലത്ത് നമുക്കുണ്ടായിരുന്ന തനത് നികുതി വരുമാനം 47,000 കോടി രൂപയായിരുന്നു. ഇപ്പോൾ അത് 81,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഏത് കണക്കെടുത്താലും നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കടത്തിൻ്റെ തോത് വല്ലാതെ വർദ്ധിക്കുന്നുവെന്ന് ചിലരെല്ലാം ആക്ഷേപിക്കാറുണ്ടല്ലോ. കടവും നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം നേരത്തെ 36% നമ്മൾ വർദ്ധിക്കുകയല്ല ചെയ്തത്, അത് 34% കുറക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ വല്ലാതെ വർദ്ധിക്കുന്ന അവസ്ഥയല്ല ഉണ്ടാകുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ, ആ ചെലവെടുത്ത് പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാരാണ് ഈ പറയുന്ന ചെലവ് ഭൂരിഭാഗവും നിർവഹിച്ചു പോകുന്നത്. 70% ചെലവുകൾ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. അടുത്ത വർഷമാകുമ്പോൾ അത് 75% മാറും എന്നാണ് കണക്കാക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിൽ കുറവ് വരുത്തുന്നു എന്നർത്ഥം. നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 12 ലക്ഷം കോടി രൂപ കടന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ചെലവുകളെല്ലാം നമുക്ക് വഹിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ വരുമാനം, ആഭ്യന്തര സ്ഥിതി പരിശോധിച്ചാൽ ഒരു തരത്തിലും നാം വിഷമിക്കേണ്ടവരല്ല. പക്ഷേ വിഷമാവസ്ഥ ഉണ്ടാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കാര്യങ്ങൾ തരാത്തതിൻ്റെ ഭാഗമാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ അടുത്ത നാളിൽ ചിലരൊക്കെ പ്രചരിപ്പിക്കാൻ നോക്കുകയാണ്, നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് എന്തോ മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണ് എന്ന്. മദ്യം ഇങ്ങനെ ഒഴുകി അതിൻ്റെ ഭാഗമായുള്ള വരുമാനമാണ് കേരള ഗവൺമെൻറ്റിന്, മറ്റൊരു മേഖലയിലും ഇല്ല എന്നാണ്. എന്നാൽ അടുത്ത കാലത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കണക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ കണക്കിൽ സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനമുണ്ടല്ലോ, ആ തനത് നികുതി വരുമാനത്തിൻ്റെ 3.7% മാത്രമാണ് മദ്യവിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്നത്. 3.7%. ഇത് കേരളം ഒന്ന് അപ്പുറം ഒന്ന് കടന്നോളി, കർണാടകയിലേക്ക്, അവിടെ 21% മദ്യത്തിൽ നിന്നുള്ള വരുമാനം, നമ്മളത് 3.7%. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൻ്റെത് വലിയ മദ്യവരുമാനമാണെന്ന് പറയാൻ പറ്റുക? ഇപ്പോൾ BJPയുടെ ഉത്തർപ്രദേശ് എടുത്താൽ അവിടെ 22%, മധ്യപ്രദേശ് എടുത്താൽ 16%. ഇതെല്ലാം താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ കേരളം വളരെ ചെറുതല്ലേ, ചെറിയ വരുമാനമല്ലേ. പക്ഷേ പ്രചരണോ, ഈ വസ്തുത തുറന്നു കാണിക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചിത്രീകരിക്കാനല്ലേ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വലിയ തോതിൽ വരുമാനം ലഭിക്കുന്ന, മദ്യത്തിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയെടുത്താൽ ഏതായാലും അതിൽ ആദ്യ ഭാഗത്ത് കേരളമില്ല എന്നത് വ്യക്തമാവുകയാണ്. ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനം നേരിടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സ്വതവേയുള്ള നിർവഹിക്കേണ്ട കാര്യങ്ങളിൽ ഏതിലെങ്കിലും കേരളം കുറവ് വരുത്തുന്നുണ്ടോ? ഇപ്പോൾ ക്ഷേമപ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ക്ഷേമപ്രവർത്തനങ്ങൾ
ഒരു കുറവും വരുന്നില്ല. കാരണം കഴിഞ്ഞ UDF സർക്കാർ 2016 അധികാരമൊഴിയുമ്പോൾ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു ക്ഷേമ പെൻഷൻ കാര്യത്തിൽ. അന്ന് 600 രൂപയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ആരെയും കയ്യിൽ കിട്ടിയില്ല. ആ കുടിശ്ശിക LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് തീർത്തത്. ഇപ്പം അത് 600 ആണോ? പടിപടിയായി വർദ്ധിച്ച് 1600 ആ പെൻഷൻ കൃത്യമായി നൽകുന്നതിനാണ് നമ്മളൊരു കമ്പനി രൂപീകരിച്ചത്. ആ കമ്പനിയുടെ പ്രവർത്തനം തടയാനുള്ള ഉദ്ദേശത്തോടെ നിങ്ങളെടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി കണക്കാക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തിട്ടൂരമിറക്കി. ഉദ്ദേശം അത് തടയലാണ്. അതോടൊപ്പം ഒരുപാട് ഇടപെടൽ നമ്മുടെ വിഹിതം കുറക്കുന്ന തരത്തിലുണ്ടായി. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പ്രത്യേക സാമ്പത്തിക സാഹചര്യം വന്നു, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ, നിർഭാഗ്യകരമായ രീതി അതിൻ്റെ ഭാഗമായി വന്നു. ഞങ്ങൾ ആഗ്രഹിച്ചതല്ല, പക്ഷേ ചില മാസങ്ങളിൽ പെൻഷൻ മുടങ്ങി. പക്ഷേ എല്ലാ കാലത്തേക്കും മുടക്കമല്ല. ഗവൺമെൻറ് കൃത്യമായി പ്രഖ്യാപിച്ചു, മുടക്കമില്ലാതെ എല്ലാ മാസങ്ങളിലും പെൻഷൻ കൊടുക്കും. മുടങ്ങിയ പെൻഷൻ കുടിശ്ശിക കൃത്യമായി കൊടുത്തു തീർക്കും. 2 ഗഡു ഈ സാമ്പത്തിക വർഷം പറഞ്ഞിരുന്നു, അത് 2ഉം കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കും. ഇത് സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായി നടപ്പാക്കി പോവുകയാണല്ലോ. വികസന പ്രവർത്തനങ്ങൾ എടുത്താൽ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള പുരോഗതിയാണല്ലോ വന്നിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ വികസനം മുരടിച്ചു പോയതായിരുന്നില്ലേ? 2016 എല്ലാവരും കടുത്ത നിരാശയിലായിരുന്നല്ലോ. ഇവിടെ ഒന്നും നടക്കില്ല എന്നായിരുന്നില്ലേ? എന്നാൽ ഇപ്പോൾ അത്തരം ഒരു നിരാശയുണ്ടോ? ഇവിടെ പലതും നടക്കുകയല്ലേ. എന്തെല്ലാം മാറ്റങ്ങൾ! ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലല്ലേ വന്നത്? നാം സയൻസ് പാർക്ക് 4 സ്ഥാപിക്കുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്ക് അതിൻ്റെ ഭാഗമായി തുടങ്ങി. അതും ഇന്ത്യയിൽ ആദ്യത്തേതാണ്. മറ്റ് 3 സയൻസ് പാർക്കുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മികവിൻ്റെ കേന്ദ്രങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ് പോലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ 30 കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാറ്റം ഏതൊക്കെ രീതിയിൽ വരുന്നു എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനം വലിയ തോതിൽ മാറിയില്ലേ? നടക്കില്ല എന്ന് കണക്കാക്കിയതെല്ലാം നടക്കുകയല്ലേ? മഞ്ചേശ്വരത്ത് ഒരാൾ പുറപ്പെട്ടാൽ റോഡ് വഴി കാണുന്ന കാഴ്ച എന്താ? ഇതൊന്നും പൂർത്തിയാകില്ല എന്നായിരുന്നില്ലേ കണക്കാക്കിയിരുന്നത്? നാഷണൽ ഹൈവേ അതൊന്നും കേരളത്തിൽ നടക്കില്ല എന്നല്ലേ കരുതിയിരുന്നത്? അത് പൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലല്ലേ ആളുകൾ നിൽക്കുന്നത്? എന്തെല്ലാം മാറ്റങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ളത്! ഒരു തരത്തിലും നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് പദ്ധതികൾ ഇവിടെ തുടക്കം കുറിക്കാനായില്ലേ? പവർ ഹൈവേ പോലുള്ള, എടമൺ കൊച്ചി പവർ ഹൈവേ പോലുള്ളത് പൂർത്തിയായി കഴിഞ്ഞല്ലോ. ഗ്യാസ് പൈപ്പ് ലൈൻ പൂർത്തിയായല്ലോ. നമ്മുടെ നാട് വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു ഹൈഡ്രജൻ ഹബ്ബ് സ്ഥാപിക്കാൻ പോകുന്നു. ലോകം തന്നെ ശ്രദ്ധിക്കുകയാണ് കേരളത്തിൻ്റെ മാറ്റം. ഈ കഴിഞ്ഞ ദാവോസ് സമ്മേളനം കേരളത്തെക്കുറിച്ച് പ്രത്യേകം ചർച്ച ചെയ്തു. ഈ ഹൈഡ്രജൻ ഹബിൻ്റെ കാര്യം ലോകമാകെ ശ്രദ്ധിക്കുകയല്ലേ. കേരളത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച സ്ഥാപനമാണല്ലോ കിഫ്ബി. കിഫ്ബി 2016 പുനർജീവിപ്പിക്കുമ്പോൾ അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞത് ഈ 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കുമെന്നാണ്. 5 വർഷമായപ്പോൾ 50 അല്ല 62,000 കോടി രൂപ പദ്ധതികൾ ഏറ്റെടുത്തത്. ഇപ്പോൾ 90,000 കോടി രൂപയുടെ പദ്ധതികൾ. ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികൾ? സ്കൂളുകൾ, ആശുപത്രികൾ, നാടിനാവശ്യമുള്ള എല്ലാം, റോഡുകൾ, പാലങ്ങൾ, വിവിധ കെട്ടിടങ്ങൾ, വിവിധ പദ്ധതികൾ, എല്ലാറ്റിനും ഈ പണം നാം ഉപയോഗിച്ചില്ലേ? അതിനെ അപകീർത്തിപ്പെടുത്താൻ എത്ര ഹീനമായ ശ്രമമാണ് നടക്കുന്നത് നാം കാണുന്നില്ലേ? എത്ര ഹീനമായ രീതിയിലാണ് അതിനെ ആക്ഷേപിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ വികസനം ഏതെങ്കിലും തരത്തിൽ തടയുക, അതാണ് താല്പര്യം. അതനുവദിക്കാനാവില്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കേരളം കൂടുതൽ വളർച്ച നേടേണ്ടതായിട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാമായി എന്നല്ല CPIM-ഉം LDF-ഉം കാണുന്നത്. കൂടുതൽ പുരോഗതിയിലേക്ക് പോകണം. ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ നിലയിലേക്ക് എത്തിക്കാൻ പറ്റണം. സംസ്ഥാനത്തിൻ്റെ ശേഷി അതിനനുസരിച്ച് വർദ്ധിക്കുകയും വേണം. അതിനെല്ലാം ഉതകുന്ന നടപടികൾ നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുക എന്ന് പ്രധാനമാണ്. അത്തരം കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നതിന് LDF-ൻ്റെ കരുത്ത് ഏറ്റവും പ്രധാനമാണ്. അതിൽ CPIM-ൻ്റെ കരുത്ത് വിശേഷാൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ CPIM-നെ കൂടുതൽ കരുത്തോടെ വളർത്തിയെടുക്കാനുള്ള തീരുമാനങ്ങളാണ് എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഒരേപോലെ കാണാൻ കഴിഞ്ഞത്. ഒരേ വികാരം, ഒരേ ദിശാബോധം, അതാണ് പാർട്ടിയിലാകെ
ഇന്ന് പ്രകടമായിട്ടുള്ളത്. ആ കാഴ്ചപ്പാട് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും മുഴുവൻ ആളുകളിൽ നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.